ഭഗവാന്റെ കാളിയ മർദ്ദനം എന്ന കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കശ്യപന് കദ്രു എന്നും വിനത എന്നും പറഞ്ഞ 2 ഭാര്യമാരുണ്ടായിരുന്നു. കദ്രു എന്ന ഭാര്യയിൽ നിരവധി നാഗങ്ങൾ പുത്രന്മാരായി ജനിച്ചു. അവരിൽ പ്രധാനിയാണ് കാളിയൻ. കാളിയന് തല 1ഉം 2ഉമല്ല, 1000 തലകളാണ് ഉണ്ടായിരുന്നത്. കശ്യപൻ്റെ മറ്റൊരു ഭാര്യയായ വിനത പ്രസവിച്ചത് ഗരുഡനെയാണ്. കദ്രുവിൻ്റെ മക്കളോട് ഗരുഡന് ദേഷ്യമായിരുന്നു. ഗരുഡൻ തക്കം കിട്ടുമ്പോഴെല്ലാം കദ്രുവിൻ്റെ മക്കളായ പാമ്പുകളെ കൊത്തി തിന്നുകൊണ്ടിരുന്നു. പക്ഷേ കാളിയൻ ഗരുഡനെ അപഹസിക്കുകയും അനാദരിക്കുകയും ചെയ്തു. ഒരിക്കൽ കാളിയൻ ഗരുഡനോട് ഏറ്റുമുട്ടി. ഗരുഡൻ്റെ ചിറകടിയേറ്റ് കാളിയനും കൂട്ടരും കഷ്ടപ്പെട്ടു. അങ്ങനെ കരയിൽ ജീവിക്കാൻ പ്രയാസമായപ്പോൾ കാളിയനും കൂട്ടരും കാളിന്തി നദിയുടെ ഒരു ഭാഗത്ത് നിന്ന് താമസമാക്കി. ഗരുഡൻ കാളിന്തിയിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെടാറില്ല. കാരണം എന്താണെന്നോ? ഒരിക്കൽ ഈ ഗരുഡൻ കാളിന്തിയിൽ ചെന്നൊരു മത്സ്യത്തെ കൊത്തിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിൻ്റെ രക്തം എന്നുവെച്ചാൽ ഒരു മത്സ്യം, അതിൻ്റെ രക്തം കാളിന്തിയുടെ തീരത്ത് തപസ് ചെയ്തിരുന്ന സൗരഭി എന്ന മുനിയുടെ ദേഹത്ത് തെറിച്ചു വീണു. മുനി കോപിച്ചു. അദ്ദേഹം ഗരുഡനെ ശപിച്ചു. നീ ഇനി കാളിന്തിയിൽ വന്നാൽ തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും. ഗരുഡൻ പേടിച്ചു. അവൻ പിന്നെ ഒരിക്കലും കാളിന്തി നദിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയിരിക്കെ ഭഗവാന് കന്നുകളെ മേയ്ക്കാനായിട്ട് ഈ കാളിന്തി തീരത്ത് ചെന്നു. ഈ കാളിന്തിയിലെ വെള്ളം കന്നുകാലികളും ഗോപാലരും ഒക്കെ കുടിച്ചു. അവരെല്ലാം ചത്തു വീണു. ശ്രീകൃഷ്ണന് കോപം വന്നു. അദ്ദേഹം തീരത്തുള്ള ഒരു കടമ്പു മരത്തിൽ കയറി നദിയിലേക്ക് എടുത്ത് ചാടി കാളിയൻ്റെ അടുത്തേക്ക് നീന്തി ചെന്നു. ഇത് കണ്ട കാളിയൻ ഒന്ന് ഞെട്ടി. ഇതുവരെ തൻ്റെ അടുത്തേക്ക് വരാൻ ഒരാളും ധൈര്യപ്പെട്ടില്ല. പെട്ടെന്ന് കാളിയൻ കൃഷ്ണനെ കൊത്താൻ തുടങ്ങി. എന്നിട്ടും കൃഷ്ണൻ ഒരു ഭാവമാറ്റവും ഇല്ല. എന്ന് കണ്ട കാളിയനെ കൃഷ്ണനെ ചുറ്റി വരിഞ്ഞു. പെട്ടെന്ന് കൃഷ്ണൻ വലുതാവാൻ തുടങ്ങി. കാളിയന് തൻ്റെ ഉടൽ പൊട്ടിപ്പോകുമെന്ന് തോന്നി. കെട്ടഴിച്ചു. വിഷം ഛർദ്ദിച്ച് കൃഷ്ണനെ കൊല്ലാൻ നോക്കി. 1000 ഭണങ്ങളിലെ ഒന്നിലേക്ക് കൃഷ്ണൻ ചാടിക്കയറി ഒരഭ്യാസിയെപ്പോലെ ബാക്കിയുള്ള ഭണങ്ങളിലേക്ക് മാറി മാറി നൃത്തം തുടങ്ങി. ഒരു ഭണം താഴുമ്പോൾ അടുത്തയിലേക്ക്. കാളിയൻ തളർന്നു. രക്തം ഛർദ്ദിച്ച് കരയാൻ തുടങ്ങി. കൃഷ്ണൻ നിസ്സാരനല്ല, ഭഗവാനാണെന്ന് മനസ്സിലാക്കി അപേക്ഷിക്കുകയും സ്തുതിക്കുകയും തുടങ്ങി. കാളിയൻ്റെ ഭാര്യയും വന്ന് ഞങ്ങളോട് ക്ഷമിക്കണം ഭഗവാനെ, ഞങ്ങളുടെ അറിവുകേടോടാണെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. ഇത് കേട്ട ഭഗവാൻ അവരോട് ക്ഷമിക്കുകയും കാളിന്തിയിൽ നിന്ന് രമണക ദ്വീപത്തിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കാളിയൻ പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾക്ക് പോകാൻ മടിയൊന്നുമില്ല. പക്ഷേ കാളിന്തിയിൽ ശാപം മൂലം ഗരുഡൻ വരികയില്ല. മറ്റെവിടെയാണേലും ഗരുഡൻ ഞങ്ങളെ കൊല്ലും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ കാലടി പതിഞ്ഞ നിന്നെയും നിൻ്റെ ബന്ധുക്കളെയും ഗരുഡൻ ഇനി ഉപദ്രവിക്കില്ല. പോയി സുഖമായി വസിക്കൂ. ഇപ്രകാരം കാളിയൻ ബന്ധുമിത്രാദികളെയും കൂട്ടി രമണക ദ്വീപത്തിൽ പോയി സുഖമായി വസിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കഥയുമായി വരാം.